കാഹളം, ട്രംപറ്റ്. എബ്രായ ഭാഷയിൽ സ്രോത്ത് എന്ന് പറയും. ഗ്രീക്കിൽ സാൽപിങ്സ് എന്നും പറയും. 3 എബ്രായ പദങ്ങളെയും ഒരു ഗ്രീക്ക് പദത്തെയുമാണ് പ്രായേണ കാഹളം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. 1 യോവേൽ. ഈ വാക്ക് തനിയെ പ്രയോഗിച്ചിട്ടുള്ളത് പുറപ്പാട് 19:13 മാത്രമാണ്. സങ്കേത സൂചന നൽകുന്ന ഉപകരണമാണ് യോവേൽ. യോവേൽ സംവത്സരത്തിൻ്റെ പൂർവ്വ പദവും യോവേൽ ആണ്. മറ്റ് 2 പദങ്ങൾ ഹറ്റ്സ്രോത്തും ഷോഫറും ആണ്. ഗ്രീക്ക് പദം സാൽപിങ്സ് അത്രേ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളമൂതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസ ആരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതേണം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. കാഹളം ഋജുവായ ഒരു കുഴലാണെന്ന് ജോസിഫസ് പറയുന്നു. 1 മുഴത്തോളം നീളമുണ്ട്. ഇതിൻ്റെ വായ്ഭാഗം വലുതും മണിയുടെ ആകൃതിയിൽ അവസാനിക്കുന്നതുമാണ്. 2-ാം ദൈവാലയത്തിൻ്റെ ഉത്തരഘട്ടത്തിലുള്ള യഹൂദ നാണയങ്ങളിൽ കാഹളത്തിൻ്റെ രൂപം ഉണ്ട്. AD 70 യെരുശലേം ആക്രമണത്തിന് ശേഷം റോമൻ ചക്രവർത്തിയായ തീത്തോസ് അവിടെ ഒരു കമാനം നിർമ്മിച്ചു. അതിൽ ദൈവാലയത്തിൽ നിന്ന് കൊള്ളയടിച്ച വിശുദ്ധ വസ്തുക്കളോടൊപ്പം ചക്രവർത്തി റോമിലേക്ക് തിരിച്ചു പോകുന്ന രംഗം ചിത്രണം ചെയ്തിട്ടുണ്ട്. ആ ചിത്രത്തിലെ കാഹളത്തിൻ്റെ രൂപവും ജോസിഫസിൻ്റെ വിവരണത്തിലെ രൂപവും തമ്മിൽ പൊരുത്തമുണ്ട്. കാഹളം ഇരട്ടയായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ദൈവാലയ ശുശ്രൂഷയ്ക്ക് കുറഞ്ഞത് 2 വെള്ളിക്കാഹളങ്ങൾ വേണം. പ്രത്യേക സന്ദർഭങ്ങളിൽ 120 കാഹളങ്ങൾ വരെ വേണ്ടിവരും. ദൈവാലയത്തിലെ സംഗീതക്കാർ ലേവ്യരായിരുന്നു. എന്നാൽ കാഹളവും കൊമ്പും ഊതിയിരുന്നത് പുരോഹിതന്മാരായിരുന്നു. 120 പുരോഹിതന്മാർ കാഹളം ഊതിക്കൊണ്ടിരുന്നുവെന്ന് 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 12 പറയുന്നു. കുഴൽ എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ള മറ്റൊരു എബ്രായ പദമാണ് ഷോഫർ. യഹൂദന്മാരുടെ പള്ളികളിൽ ഇന്നും ഉപയോഗിക്കുന്ന ഒരേ ഒരു ദൈവാലയോപകരണം കൊമ്പാണ്. ഇത് കാഹളത്തിനുള്ള വായ്ഭാഗം ഇല്ലാത്ത ആട്ടിൻ കൊമ്പാണ്. സങ്കേതങ്ങൾ അറിയിക്കുവാൻ മതപരവും അല്ലാത്തതുമായ അനുഷ്ഠാനങ്ങൾക്ക് കൊമ്പൂതും. യെരിഹോ മതിലിൻ്റെ വീഴ്ചയ്ക്കു വേണ്ടി പുരോഹിതന്മാർ കാഹളമൂതി. ഈ കാഹളം കൊമ്പ് അഥവാ ഷോഫറായിരുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യം. ഗിദെയോൻ ശത്രുക്കളായ മിദ്യാന്യരെ ഭയപ്പെടുത്തുവാൻ തൻ്റെ ആളുകളെ കൊണ്ട് ഊതിച്ച കാഹളവും കൊമ്പാണ്. ചിതറിപ്പോയ ശേഷിപ്പിനെ വിശുദ്ധ മന്ദിരത്തിൽ കൂട്ടിച്ചേർക്കുന്നതിനും ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതിനും യഹോവ കുഴലൂതുമെന്ന് അഥവാ കൊമ്പ് ഊതുമെന്ന് സക്കരിയ പ്രവാചകൻ 9:14-15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തി. പിൽക്കാലത്ത് 2 തരത്തിലുള്ള കൊമ്പുകൾ ഉപയോഗിച്ചു. ആട്ടുകൊറ്റൻ്റെ വളഞ്ഞ കൊമ്പും മലയാടിൻ്റെ അഥവാ പെണ്ണാടിൻ്റെ ഋജുവായ കൊമ്പും. തൽമൂദ് അനുസരിച്ച് പശുവിൻ്റെ കൊമ്പൊഴികെ ഏതു കൊമ്പും ആകാം. പുതുവർഷത്തിൽ ദൈവാലയത്തിൽ ഊതുന്ന കൊമ്പ് മലയാടിൻ്റേതാണ്. അതിൻ്റെ വായ്ഭാഗത്ത് സ്വർണം പതിച്ചിരിക്കും. ഈ കൊമ്പ് ഊതുന്നവരുടെ വശത്ത് നിന്ന് 2 പുരോഹിതന്മാർ വെള്ളിക്കാഹളമൂതും. പുതുവർഷത്തിന് ഊതുന്ന കൊമ്പ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം, ഇസഹാക്കിൻ്റെ യാഗം, പകരമായി അർപ്പിക്കപ്പെട്ട ആട്ടുകൊറ്റൻ എന്നിവയെ ഓർമ്മിപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ ചില പ്രത്യേക കാഹളങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ ദൈവത്തിൻ്റെ കാഹളം ധ്വനിക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വാക്യം. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരെയും ക്രിസ്തുവിൽ മരിച്ച വിശ്വാസികളെയും സംബന്ധിക്കുന്നതാണ് ദൈവത്തിൻ്റെ കാഹളം. 1 കൊരിന്ത്യർ 15:52 പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് അന്ത്യകാഹളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കാഹളവും അന്ത്യകാഹളവും ഒന്നാണെന്ന് സന്ദർഭം വ്യക്തമാക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ന്യായവിധിയുടെ 7 കാഹളങ്ങൾ ദൂതന്മാർ ഊതുന്നുണ്ട്. 7-ാം കാഹളവും
ദൈവത്തിൻ്റെ കാഹളവും വിഭിന്നങ്ങളാണ്. മഹാപീഡനത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ ദൂതൻ ഊതുന്നതാണ് 7-ാം കാഹളം. മത്തായി 24:31 പറയുന്ന മഹാകാഹളം ഊതുന്നത് പല ദൂതന്മാരാണ്. സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കത്തിൽ ഇസ്രായേൽ മക്കളെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് ദൂതന്മാർ കാഹളമൂതുന്നത്. കാഹളം തെളിവായ നാദം കൊടുക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 14:8. സിനായ് പർവ്വതത്തിൽ യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാഹളനാദം കേട്ടു. എബ്രായർ 12:18. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തോലൻ കാഹളത്തിനൊത്ത മഹാനാദം കേട്ടു. വെളിപ്പാട് 1:11, 4:1. ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം ഊതിക്കരുതെന്ന് ക്രിസ്തു വിലക്കി. മത്തായി 6-ാം അധ്യായം 2-ാം വാക്യം.